ബഹുമാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ ജനിച്ച ഒരു മാന്യ അദ്ദേഹത്തിൻ്റെ അനുഭവ കഥ. അനുഭവ കഥ. അപ്പോൾ അദ്ദേഹം എങ്ങനെയും പൈസ ഉണ്ടാക്കുക, കാശുണ്ടാക്കുക, കമഴ്ന്ന് വീണ് ഭാര്യയും ഭർത്താവും കൂടി കാശ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കി. സാമ്പത്തികം ഉള്ളവരാണ് പാരമ്പര്യമായിട്ട് തന്നെ, എങ്കിലും പൈസ ഉണ്ടാക്കി പിന്നെയും. അങ്ങനെ ഓടി നടന്ന് എന്നോട് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് വർത്തമാനം പറയുക. അങ്ങനെ വർത്തമാനത്തിൽ എപ്പോഴും ജീസസ് ക്രൈസ്റ്റിനെ പ്രകീർത്തിച്ചുകൊണ്ട് വർത്തമാനമാണ്. ഇത് അത്ര തികഞ്ഞ ദൈവവിശ്വാസമാണ്. നല്ല കാര്യം, വിശ്വാസം വേണമല്ലോ. അങ്ങനെ പ്രകീർത്തിച്ച് കാശുണ്ടാക്കി. പിന്നീട് ഈ ആളെക്കുറിച്ച്, അപ്പോൾ എൻ്റെ ഈ ഒരു പ്രോഗ്രാം സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ടും ഇത്തരം കാര്യങ്ങൾ അതൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യണം, ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയുകയല്ല, ഒരു കാര്യവും ചെയ്യത്തില്ല. വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കാര്യമൊന്നും നടക്കത്തില്ല. അങ്ങനെ ഇവർ കാശുണ്ടാക്കി. ഒരു ഉദാഹരണമാണ്. ഇതുപോലെ ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൈസ വേണമല്ലോ, അത്യാവശ്യം ജീവിക്കാൻ പൈസ വേണം, നേരായ മാർഗത്തിൽ നേടുകയും വേണം. അങ്ങനെ ഇയാളെക്കുറിച്ച് പിന്നെ ഏതാണ്ട് ഒരു വർഷമായിട്ട് ഒരറിവില്ല. അപ്പോൾ അടുത്തിടെ അയാളുമായിട്ട് ഒന്ന് വർത്തമാനം പറയാൻ ഫോണിലൂടെ ഇടയായി. അപ്പോഴും എന്നെ ഒന്ന് കാണണം, എൻ്റെ പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യണം, ഇതാണെന്നൊക്കെ പറയുന്നല്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇയാൾ ഇത്രയും നാൾ വിളിക്കാതിരുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇയാളിങ്ങനെ ഓടി നടന്ന് ഒരു നാൾ അകപ്പെട്ടത് മാസീവായിട്ടുള്ള ഹാർട്ട് അറ്റാക്കിന് വിധേയമായിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി, ഹൃദയ ശസ്ത്രക്രിയ. അപ്പോൾ അതോടുകൂടി അയാൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അധപ്പതിച്ചിട്ട്, അപ്പം ഈ പറഞ്ഞ കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള സകല ക്ഷേത്രങ്ങളും, ക്രൈസ്തവ പള്ളി മാത്രമല്ല സകല മതവിശ്വാസങ്ങളുടെ പുറകിലും ഇങ്ങനെ തീർത്ഥാടനം പോലെ ഓടി നടക്കുവാണ്. എങ്കിലും കാശുണ്ടാക്കുന്ന പ്രവണത, പൈസ ഉണ്ടാക്കണം എന്നുള്ള തീവ്രത അയാൾ ഒട്ടും കുറഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവികത. അപ്പോൾ ഇനിയും പൈസ ഉണ്ടാക്കണം, കാശുണ്ടാക്കണം. എന്നാൽ അയാൾ പറഞ്ഞു, ദൈവം ഇത്തിരി എന്നോട് പതുക്കെ യാത്ര ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒത്തിരി ഓടിയതല്ലേ, അപ്പോൾ ദൈവം എന്നോട് ഇത്തിരി കുറച്ച് യാത്ര ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. എപ്പോഴാണെന്നറിയാമോ? ഇനി കാശി രാമേശ്വര ഒരു യാത്രയുണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യന് ഒരിക്കലും സംതൃപ്തിയുമില്ല. ഇത്തരം അനുഭവം ഉണ്ടായിട്ട് പോലും ഇഷ്ടംപോലെ ഉണ്ടല്ലോ വീടും. മനുഷ്യന് എന്താണ് വേണ്ടത്? നല്ല ഭക്ഷണം, സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ വീട്, നല്ല വസ്ത്രം, അന്തസ്സായിട്ട് ജീവിച്ചു പോകാനുള്ള അവസ്ഥകൾ. ഇതിനപ്പുറം എന്താണ് വേണ്ടത് ഒരു മനുഷ്യ ജീവിതത്തിൽ? എത്ര നാളുണ്ടാവും ആർക്കറിയാം? അടുത്ത സെക്കൻഡ് എന്താണ്, അടുത്ത നിമിഷം എന്താണെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യ ജീവിതമാണ് നമ്മുടേത്. ആരും ഓർക്കാൻ, എത്ര അനുഭവിച്ചാലും ആരും ഒന്നും പഠിക്കാൻ പോകുന്നില്ല. ഈ കൊറോണ ദിനം വന്നപ്പോഴത്തേക്ക് എന്തുമാത്രം മനുഷ്യർ ചത്തൊടുങ്ങി. ബന്ധുമിത്രാദികളൊക്കെ എത്രയോ വിദേശ രാജ്യങ്ങൾ ATM നിന്ന് പൈസയൊക്കെ വിഡ്രോ ചെയ്ത് റോഡിൽ കൊണ്ട് കളഞ്ഞിട്ട് പോയി. കാരണം അവർക്ക് പൈസ ഉണ്ടായിട്ട് പോലും അവരെ ബന്ധുക്കളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല, രക്തബന്ധത്തിലുള്ളവരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നീട് ഇപ്പം എന്തുവായി? മനുഷ്യനൊരിക്കലും പഠിക്കാൻ പോകുന്നില്ല ആരും. അമിതത്വം, പ്രത്യേകിച്ച് ഇനിയുള്ള കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് ഭൗതികത വളരെ 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 കൂടുതലാണ്, മെറ്റീരിയൽ. അപ്പം അങ്ങനെ ഇദ്ദേഹം ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും പള്ളികളും എല്ലാ മതവിശ്വാസങ്ങളുടെ പുറകിൽ യാത്ര ചെയ്യുന്നു. പൈസയും ഇനി നേടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നു. അനുഭവം മാത്രം.
മനസ്സിന് അയാൾക്ക് മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെ മനുഷ്യർ. എന്തായാലും ഞാൻ സൈക്കോളജിസ്റ്റായിട്ട് കൊല്ലം മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിൽ ഐത്തലിൽ വർക്ക് ചെയ്യുന്നു. നമുക്ക് സ്വന്തമായിട്ടും NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തലയിലുണ്ട്. കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങൾക്ക് ഫാമിലി കൗൺസിലിംഗ്, സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട്, ഇതിനൊക്കെ എന്നെ വിളിക്കാം. 9605743596 വരിക.